മസാല ഷവായുടെ റെസിപ്പി മുൻപ് പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ്, അതുകൊണ്ട് വീണ്ടും പോസ്റ്റ് ചെയ്തതാണ്. വീട്ടിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു പെർഫെക്ഷനിൽ കിട്ടുന്നുണ്ട്. ഇനി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 25 കാശ്മീരി ചില്ലി അതിനെ നെട്ടിക്കൊന്ന് കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് 1 കപ്പ് വെള്ളം 1/2 കപ്പ് വിനാഗിരിയും കൂടി വെച്ച് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 1.25 കിലോ വരുന്ന ഫുൾ ആയിട്ടുള്ള ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതുപോലെ നന്നായിട്ട് വരഞ്ഞിട്ടും ഒന്ന് ഉള്ളിലോട്ട് കുത്തിയിട്ടൊക്കെ ഷാർപ്പ് എഡ്ജ് യൂസ് ചെയ്ത് കുത്തിയിട്ടൊക്കെ കൊടുക്കട്ടെ. മസാല ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തും ചെയ്തെടുക്കണേ. ഫുൾ ആയിട്ടുള്ള ചിക്കൻ തന്നെ വേണമെന്നില്ല, കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി കുതിർന്ന് വന്നിട്ടുള്ള മുളക് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് എടുക്കാം. ഇനി ആ ഒരു ജാറിലേക്ക് തന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളി മല്ലിയിലയും കൂടി ഇട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും സൺഫ്ലവർ ഓയിലും ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇൻഗ്രീഡിയൻസിന്റെ അളവൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ചിക്കൻ വെച്ച് കൊടുത്ത് മസാലൊക്കെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്ലീൻ റാപ്പ് വെച്ച് കവർ ചെയ്ത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 4 മണിക്കൂറിന് ശേഷം കുക്കറിന്റെ ഉള്ളിലോട്ട് ആ ചിക്കനും മസാലയും കൂടി വെച്ച് കൊടുത്ത് 2 വിസിൽ അടിച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി 4 മിനിറ്റ് വെക്കുക. കംപ്ലീറ്റ് എയർ പോയതിന് ശേഷം ചിക്കൻ കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി പാനിൽ 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിലേക്ക് ചിക്കൻ വെച്ച് കൊടുത്തിട്ട് 2 സൈഡും ഫ്രൈ ആക്കിയിട്ട് എടുക്കണേ. ചിക്കൻ ഇതുപോലെ ഫ്രൈ ആയിട്ട് വന്നാൽ അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം മസാല ബാക്കിൽ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുറുകിയിട്ട് ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ ചിക്കൻ ഫ്രൈ ആക്കി അതിലേക്ക് ഇട്ട് കൊടുത്ത് മസാല മൊത്തം ചിക്കനിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ റെസിപ്പികൾക്കായിട്ട് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.